ഹലോ എവ്രി വൺ. സോ ഇന്ന് നമ്മൾ ഗുരുഗ്രാമിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരുമാതിരിപ്പെട്ടി എല്ലാവരുടെയും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഒരു മോളിലേക്കാണ് പോകുന്നത്. അതിൻ്റെ പേരാണ് ആംബിയൻസ് മോൾ. ഇത് നിങ്ങൾ ആംബിയൻസ് മോളിലേക്കുള്ള വഴിയാണ് കാണുന്നത്. മേളിൽ മെട്രോ പോകുന്നത് കാണാം നിങ്ങൾക്ക്. ഇത് ഇവിടുത്തെ മെട്രോ ലൈനാണ്. ഇപ്പം ഏകദേശം സമയം ഒരു 5:45 ആയിട്ടുണ്ട്. അപ്പം ഓഫീസ് അവേഴ്സ് കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോകുന്ന ടൈമാണ് ഇന്ന്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള റഷൊക്കെ റോഡിലുണ്ട്. ഇത് ഇവിടെ കാണപ്പെടുന്ന പ്രത്യേക തരം ഓട്ടോകളൊക്കെ കണ്ടോ. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, കുറേ പേര് കയറി ആണ് പോകുന്നത്. ഇങ്ങനെ അതായത് നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഒരു വീട്ടിലേക്ക് അങ്ങനൊന്നുമല്ല. ഇവിടെ കുറേ പേര് കയറി 10 രൂപ വെച്ച് കൊടുത്ത് ഇങ്ങനെ പോകും. അപ്പം എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ടിട്ടാണ് പോകുന്നത്. കണ്ടോ, നല്ല റഷുള്ള ടൈമാണ്. ഇപ്പം ഭേദമാണ്, കാരണം ചില സമയത്തൊക്കെ നമുക്കിവിടെ നനങ്ങാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം കുഴപ്പമില്ല. സൈഡിൽ നമുക്ക് വലിയ വലിയ കമ്പനികളുടെ ഓഫീസുകൾ കാണാം. അതായത് DLF ഉണ്ട്, പിന്നെ WPP, അങ്ങനെ കുറേ കമ്പനീസിൻ്റെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസുകളുടെ ഓഫീസുകളൊക്കെ ഇവിടാണ്. ഇപ്പോൾ കൂടുതലും എംപ്ലോയീസൊക്കെ ഇറങ്ങുന്ന ടൈമാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് കുറച്ച് റഷ് ഉള്ളത്. സോ ആ കാണുന്നതാണ് നമ്മൾ പോകാൻ പോകുന്ന ആംബിയൻസ് മോൾ, ദ ലീല ആംബിയൻസ് ഗുരുഗ്രാം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ദ ലീല എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ളൊരു ലേഡിയാണ് അല്ലേ? അതെ. എന്നിട്ട് അവരുടെ ഒക്കെ ഒരു മോളാണ് ഇവിടെ ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടിരിക്കുന്നത്. നമ്മള് വിചാരിച്ച അപ്പം നമ്മൾ എന്തെല്ലാം ചെയ്യല്ലേ, അതാണ് മലയാളികളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അതെ അതെ, അത് ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വാവ്, ഈ ജീപ്പ് കൊള്ളാലോ. താറാണ്. അപ്പൊ ഈ ടണൽ കയറി യു ടേൺ ചെയ്യാനുള്ള ടണലാണിത്. ഇത് കയറി നമ്മൾ യു ടേൺ എടുത്ത് നമ്മൾ ഏകദേശം ആ മോളിന്റെ ഫ്രണ്ടിലേക്കാണ് വരുന്നത്. ഓ റൈഡേഴ്സ്. ഓക്കെ, നമ്മളിപ്പോൾ ആ ടണലിന്റെ വെളിയിലേക്ക് വന്നിട്ടുണ്ട്. സോ ദാണ്ടെ ആംബിയൻസ് മോൾ നമ്മൾ എൻട്രി ചെയ്തിരിക്കുകയാണ്. ഇനിയും നമ്മുടെ പാർക്കിങ്ങിലേക്കുള്ള വഴിയിലേക്കാണ്. ഇനിയിപ്പോൾ ഞാൻ അകത്ത് കയറിയിട്ട് കാണിക്കാം. ഓക്കെ, ഇതാണ്ട് വെളിയിൽ നല്ല വലിയ വലിയ ചട്ടിയിൽ പൂക്കളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടിയുണ്ട്. വാവ്, നല്ല ഒരു ആംബിയൻസ് ഉണ്ട്. പേര് പോലെ തന്നെ ആംബിയൻസ് മോളിന്. നമ്മുടെ കാർ ചെക്ക് ഇൻ ചെയ്യണം ആദ്യം. അവർ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. ഇവരെന്തിനാണ് ചെക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ പേരിന് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ആംബിയൻസ് മോളിൽ വന്ന് കയറി എൻട്രി ചെയ്യാൻ. നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ പാർക്കിംഗ് സ്ലോട്ടിലേക്ക് പോവാണ്. സോ നമുക്കിതിലെ താഴോട്ടാണ് പോകേണ്ടത്. ബേസ്മെൻറ്റ് 2ലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ എൻട്രൻസ്, കാർ പാർക്കിങ്ങിൻ്റെ. ഓക്കെ, സോ നമുക്ക് കിട്ടി ഏകദേശം 60 റുപ്പീസാണ് നമുക്ക് ഇവിടെ എൻട്രി. പിന്നെ ലേഡീസിന് സ്പെഷ്യൽ പാർക്കിംഗ് ഉണ്ട്, നമുക്കൊരെണ്ണം കിട്ടിയിട്ടുണ്ട്. എന്താ അവിടെ ഇടാം? ഇല്ലല്ല, അവിടെ വണ്ടിയുണ്ട്. സോ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുവാണ്. ഇനി നമുക്ക് മോളിനകത്തേക്ക് പോകാം. സോ ഇതാണ് എൻ്റെ എൻട്രൻസ്. ഇങ്ങനെയാണ് ഇവിടുത്തെ ലിഫ്റ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ. ഇന്ന് ഏകദേശം 1 2 3 4 ഫ്ലോർസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള കടകളാണ് സൈഡിലൊക്കെ.
കാരണം ഇവിടെ ട്രെയിനിലൊക്കെ കയറി നമുക്ക് വേണമെങ്കിൽ പോകാം. മെയിൻലി പിള്ളേരൊക്കെയാണ് പോകുന്നത്. നമ്മുടെ മോളൊക്കെ ജസ്റ്റ് ചുറ്റിക്കറങ്ങി നമ്മളൊന്ന് കാണിച്ചു തരും. നാണ്ട് ലിഫ്റ്റ് കണ്ടോ, മേളിലോട്ട് പോകുന്നത്. അഡിഡാസ്, വീലോ, റീബോക്ക്, അങ്ങനെ കുറേ അറിയപ്പെടുന്ന കടകളൊക്കെ ഉണ്ട്. പാന്തലൂൺസ്, വേറെ കുറേ കടകളുണ്ട്. ചിലപ്പോൾ അതൊക്കെ ഇവിടുത്തെ ഫേമസ് കടകളായിരിക്കും. അതിൻ്റെ അഡിഡാസിൻ്റെ ഷോപ്പ് ഇവിടെ ഉണ്ട്. മെയിൻലി പിള്ളേരൊക്കെ ഇവിടെ വന്ന് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ്. അല്ലാത്തതിലും കയറണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കും. ഇത് കണ്ടോ, ഒരു ഡൈനോസറിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്ന എഫക്റ്റിലാണ് ഈ കൊച്ചിരിക്കുന്നത്. അങ്ങനെ കുറേ ഐറ്റംസ് അവിടെ വെച്ചിട്ടുണ്ട്. വേറൊരു ഡൈനോസറിൻ്റെ പല ഫോം, പിന്നെ പാണ്ട, അങ്ങനെ കുറേ. എല്ലാവരെയും കാണാൻ നല്ല രസമുണ്ട് ഇവിടെ. ഇത് ബ്രദർ ആൻഡ് സിസ്റ്റർ ആണെന്ന് തോന്നുന്നു. ഒരേ ഡ്രസ്സൊക്കെ ഇട്ടുണ്ട്. എനിക്ക് ഈ ഡ്രസ്സ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാനിട്ടാൽ ചേരത്തില്ല. പക്ഷെ ആ ഡ്രസ്സ് കൊള്ളാം. ഇന്ന് സാറ്റർഡേ വൈകിട്ട് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ഓവർ ക്രൗഡഡ് ആണ്. ഓവർ ക്രൗഡഡ് അല്ല, പക്ഷെ എന്നാലും ക്രൗഡഡ് ആണ്. മോളൊക്കെ ആകുമ്പോൾ ഒരു ക്രൗഡ് വേണം. കാരണം എൻ്റെ നടുക്കൊക്കെ റിയൽ പൂവാണ് കേട്ടോ. റിയൽ ഫ്ലവേഴ്സാണ്. റിയൽ ഫ്ലവേഴ്സും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതിൻ്റെ അടുത്തൊക്കെ വന്ന് ഫോട്ടോ എടുക്കും. കണ്ടോ, ഒരു കൊച്ചിൻ്റെ ഫോട്ടോ എടുക്കുന്നത്. ഇവിടെ വിമൻസ് ഡേയുടെ എന്തോ ഒരു ഇവൻറ്റ് നടക്കുകയാണ്. കാരണം ഡ്രോയിങ് ഒക്കെ ആണെന്ന് തോന്നുന്നു. എനിക്കിങ്ങനെ ബണ്ണൊക്കെ വെച്ചേക്കുന്ന കടകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കാണുമ്പോൾ നമുക്ക് ഈ ഒരു ഫോറിൻ കൺട്രീസ് എന്ന പോലെ തോന്നുന്നു. ഒരു ഇമാജിനേഷൻ. ഓക്കെ, നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി നോക്കാം അവിടെ എന്തൊക്കെയുണ്ടെന്ന്. താഴെ മെജോറിറ്റിയും ഡ്രസ്സിൻ്റെ കടകളായിരുന്നു. ഡ്രസ്സ്, ഷൂസ്, ബാഗ്, പിന്നെ ചില ജ്വല്ലറീസിൻ്റെ കടകളുണ്ടായിരുന്നു. നമുക്ക് മേളിൽ എന്തൊക്കെയാണെന്ന് പോയി നോക്കാം. പെട്ടെന്ന് തന്നെ നമ്മൾ മേളിൽ വന്നു. ഇവിടെയും ഏകദേശം മാർക്സ് ആൻഡ് സ്പെൻസറൊക്കെയാണ് കാണുന്നത്. ആർട്ട് വർക്ക് ഉണ്ട് കണ്ടോ. മാർക്ക് ആൻഡ് സ്പെൻസറിൻ്റെ കടയാണ്. ഓക്കെ, അങ്ങനെ നടന്നാൽ പോരാലോ, നമുക്കൊരു മുകളിലേക്ക് ഒരു കടയിലേക്ക് കയറാം. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അവിടെ വലിയ കളക്ഷനൊന്നും കണ്ടില്ല. ചായൂസ് എന്ന് പറയുന്നത് ഇവിടുത്തെ വലിയൊരു കടയാണ്. വലിയ കടയെന്ന് പറയുമ്പം അത്ര എന്നുവെച്ചാൽ ഫേമസ് ഒരു കടയാണ്. പിന്നെ അവരുടെ ചായയൊക്കെ നല്ലതാണ്. പിന്നെ അവിടെ ബൺമസ്ക, പിന്നെ അങ്ങനെ നംകീൻ, പിന്നെ വട, ദോശ, അങ്ങനത്തെ എല്ലാ ഐറ്റംസ് കിട്ടും. ചെറിയൊരു ഇച്ചിരി കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ ആദ്യം ഇവിടെ വന്നപ്പം കൂടുതൽ സാധനങ്ങളും അവിടെ നിന്നായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്. This store is for the book lovers. Wow, this mall is really huge, you know, like it's spread.
ഇപ്പം ഞങ്ങൾ പാന്തലൂൺസിക്ക് വന്നേക്കുവാണ്. പാന്തലൂൺസിനകത്ത് വേറെ കടകളൊക്കെ ഉണ്ട്. വേറെ കടകളല്ല, വേറെ ബ്രാൻഡിൻ്റെയും തുണികളൊക്കെ ഉണ്ട്. ഇതൊരു കൊച്ചുകുട്ടി കണ്ട് 2 പോണിയൊക്കെ കെട്ടി നല്ല രസമുണ്ട് കാണാൻ. നല്ല ഷർട്ടൊക്കെ ആയിരിക്കുന്നു. എന്തോ ഒരു ഗ്യാതറിംഗ് ഉണ്ട്, പക്ഷെ അത് എന്തുവാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? എല്ലാവരും ഭയങ്കര വീഡിയോ ഒക്കെ എടുക്കുന്നു, ഭയങ്കര ഡ്രസ്ഡായിട്ട് വന്നിട്ടുണ്ട്. സെലിബ്രിറ്റി വല്ലതും ആണോ എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അതിന് നമുക്ക് പോകാം. ഇനിയിപ്പോൾ നമ്മൾ 2nd ഫ്ലോറിലേക്കാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ 3rd ഫ്ലോറിൽ നിന്ന് 4th ഫ്ലോറിലേക്ക് വന്നു. 3rd ഫ്ലോറിൽ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. 4th ഫ്ലോർ നമ്മുടെ ഫേവറേറ്റ് ഫ്ലോറാണ്. എന്താണ് കാരണം? നമ്മൾ ഊരിലൊക്കെ ഉള്ള പോലെ തന്നെ ഫുഡ് കോർട്ട് ഏറിയാണ്. മക്ഡോണൾഡ്സ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഹൽദിറാം ഉണ്ട്, സാമ്പാർ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ഇവിടെ സൗത്തിൻ്റെ ഫുഡൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇവർ സാരിയൊക്കെ കൊടുത്തിരിക്കുന്നത്. സൗത്തിൻ്റെ ഫുഡൊക്കെ നല്ല ഫേമസ് ആണ് ഇവിടെ. അപ്പോൾ അത് വെച്ച് ഭയങ്കര പൈസ. നമ്മുടെ ഇവിടെയൊക്കെ ദോശയ്ക്ക് 250 റുപ്പീസാണ് ഗൈസ്. നമ്മുടെ നാട്ടിലൊക്കെ എന്ത് രസമാണ്. അത് നല്ല ഒത്തൻറ്റിക്കായിട്ട് നമുക്ക് കിട്ടും. സോ ഫ്രണ്ട്സ്, ഞങ്ങൾ പിസ്സ ഹട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ 2 പിസ്സ കഴിച്ചു. അതിൽ മാർഗരിറ്റ പിസ്സ ആയിരുന്നു നല്ലത്. മറ്റേ കൺട്രി ഡിലൈറ്റ് അത്ര കുഴപ്പമില്ലായിരുന്നേ ഉള്ളൂ, എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ബൈ 1 ഗെറ്റ് 3 ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് 2 ജ്യൂസും പിന്നെ ഗാർലിക് സ്റ്റിക്കൊക്കെ കിട്ടി. ഇനി നമുക്ക് ഫൺ സോണിലോട്ടൊന്ന് പോയി നോക്കിയാലോ. ഒരു കൊച്ചുകുട്ടി നടന്നു വരുന്നുണ്ടോ. ഐസ്ക്രീമിൻ്റെ കടകളാണ്. എൻ്റെ മേളിലോട്ട് PVR ആണ്. നമ്മൾ ചെല്ലുന്നതും PVRലോട്ടാണ്. കേരള സ്റ്റോറി 2 ഇറങ്ങിയോ? താഴോട്ടല്ലേ? ഈ നല്ലൊരു ഗാർഡൻ ഏരിയ അല്ലേ. ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണ്, എന്നാൽ തന്നെ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എന്ത് രസമുണ്ടെന്ന്. ഇവിടെ ഇറങ്ങാവുന്നു.
ബിൽഡിംഗ് ബ്ലോക്സും കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. ലീഗോസ് കണ്ടോ, വെരി ടൈനി. ഇറ്റ്സ് വെരി ടൈനി. നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിരിക്കും. അങ്ങനെ പല പല സാധനങ്ങളുണ്ട് ഈ കടയിൽ. ലോറി പോലൊക്കെ ഉള്ളത് ഇങ്ങനെ ഇവിടെ ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇവിടെ പിള്ളേർക്കും ഒക്കെ ഉണ്ടാക്കാമെന്ന് തോന്നുന്നുണ്ടോ, ഇവരൊക്കെ ഇവിടെ വന്നിരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. നല്ലൊരു ബേർഡൊക്കെ ആയിരിക്കും. സ്പൈഡർമാൻ. ആ കുഞ്ഞ് ബിൽഡിംഗ് ബ്ലോക്സ് വെച്ച് ഉണ്ടാക്കിയതാണ് ആരെങ്കിലും പറയല്ലേ. ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ്. ഐ റിയലി ലവ്ഡ് ഇറ്റ്. ഐ എം കമ്മിങ് ടു ദ സ്റ്റോർ ഫോർ ദ ഫസ്റ്റ് ടൈം. നല്ലൊരു ആംബിയൻസ് ആയിരിക്കും. ഫ്രണ്ട്സ്, നമ്മൾ ഏകദേശം ഒരു 6 o'clock ആയപ്പോഴാണ് വന്നതെങ്കിൽ ഇപ്പം ഏകദേശം ഒരു 9:20 ആയി. അതെ അതെ, നല്ല രസമുള്ളൊരു ജേർണി ആയിരുന്നു. ആംബിയൻസ് മോള് എല്ലാവർക്കും ഒന്ന് വന്ന് കാണാനുള്ള വെള്ളം എന്നാ എല്ലാവർക്കും വന്ന് കാണാൻ നല്ലൊരു മോളാണ്. നമ്മുടെ ലുലു മോള് പോലൊന്നും അല്ല, അതിലും നല്ല രസമുണ്ട്. ലുലു മോളിൽ വേറൊരു ആംബിയൻസ് ആണ്, ഇവിടെ ആംബിയൻസ് മോളിൽ വേറൊരു ആംബിയൻസ് ആണ്. ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ചിലരൊക്കെ തിരിച്ച് പോകാൻ വേണ്ടി ടാക്സി വിളിച്ചേക്കുന്നതും ചിലരൊക്കെ മൂവി കാണാൻ വേണ്ടി വരുന്നതും ഒക്കെയാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇനി വേറൊരു സ്ഥലത്ത് വേറൊരു സമയത്ത് കാണാം. അതുവരേക്കും ബൈ ബൈ.